ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ വിൻറ്റേജ് മോഹൻലാലിനെയാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ ഇങ്ങനെ വെറുതെ ലാപ്ടോപ്പ് എടുത്ത് ഇങ്ങനെ പഴയ ഏതെങ്കിലും ഒരു പടം വരയ്ക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പഴയ ഒരു വിൻറ്റേജ് മോഹൻലാൽ കണ്ടപ്പോൾ അത് ഒരിഷ്ടം തോന്നി. പെട്ടെന്ന് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ പെട്ടെന്നൊരു ഒരു ഒരു റെഫറൻസ് കാണുമ്പോൾ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് തോന്നില്ലേ, അതേപോലെ ആ വരയ്ക്കണം എന്നെങ്കിൽ ഒരു ചെറിയൊരു തോന്നലങ്ങ് വന്നു. നമ്മളിപ്പോൾ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ പേപ്പറിൽ ചെറുതായിട്ട് ഡാർക്ക് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഷെയ്ഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഡാർക്ക് ചെയ്ത് അങ്ങോട്ട് കംപ്ലീറ്റ് പഴയ ഒരു വിൻറ്റേജ് മോഹൻലാലിൻ്റെ ഇതെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പഴയ ഈ അമൃതം ഗമയ ആ ഒരു ടൈമിലൊക്കെ ഉള്ള ഒരു മോഹൻലാലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു മിനിറ്റ്, കണ്ണിൻ്റെ സൈഡ് എത്തുമ്പോൾ കുറച്ചൊരു കെയർഫുള്ളാണ് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. മിനിമം ഒരു 2-3 പിക്ചേഴ്സെങ്കിലും നമ്മൾ വരയ്ക്കണം, എന്നാലാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ ഈ പടം എനിക്ക് തോന്നുന്നത് ഇത് സർവകലാശാല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് മോഹൻലാലിൻ്റെ. അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് കാണണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം ശരിക്കും വേറൊരു മൈൻഡ് സെറ്റ്, നല്ലൊരു മൂവിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മൂവിയാണ്. അതിൻ്റെ ഒരു ലുക്കാണ് ഇങ്ങനെ നോക്കുന്ന ഒരു ലുക്ക് കണ്ടാണെന്ന് എനിക്ക് തോന്നുന്ന ആ പടത്തിൽ. അതാണ് ഞാനിപ്പോൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഡ്രോയിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഹാൻഡ് റഫ് സ്കെച്ചസാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അത് നമ്മളിങ്ങനെ നോക്കി ഓരോ ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് ഒരു പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഡാർക്ക് ചെയ്ത് വരുന്നൊരു പരിപാടിയാണ്. എത്രത്തോളം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഏകദേശം ആ വ്യക്തിയുടെ മുഖച്ഛായ നമുക്ക് പകർത്താൻ പറ്റിയ കറക്റ്റായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് വരുന്നതാണ്. മറ്റേ നമ്മൾ ഈ പോർട്രേറ്റൊക്കെ വരയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പക്ക ഷെയ്ഡിങ് മാത്രം പോരാ, ഈച്ച് ആൻഡ് എവറി ഡോട്ട് വരെയും കറക്റ്റായിട്ട് കളറിലിങ്ങിന് വരുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് പെർഫെക്ഷനായിട്ട് വരുന്നത്. ഈ കമ്മീഷൻ വർക്കൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ സംസാരിക്കണം കേട്ടോ. പക്ക നമ്മളാ ഇത് കാണുമ്പോഴത്തേക്കും ശരിക്കും ഒറിജിനൽ പിക്ചർ കാണുന്ന ഒരു ഫീൽ ചില ആൾക്കാർ വരച്ച ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. അത് വെർത്താണ് വർക്ക് എന്നുള്ളത്. അത്രയൊന്നും ആയിട്ടില്ല, അല്ല ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഈ ഡ്രോയിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഷെയ്ഡിങ് ആണ്. ചില ലൈറ്റ് അടിക്കുന്ന സൈഡ് കുറച്ച് ലൈറ്റാക്കുകയും പിന്നെ ഡാർക്ക് ചെയ്യുന്ന സൈഡ് ഡാർക്കാക്കുകയും അത് മാത്രമാണ് ശരിക്കും ചെയ്യുന്നത്. ഷെയ്ഡിൻ്റെ ഒരു കളിയാണ്. പെൻസിൽ എടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു പടം ഫ്രണ്ടിൽ വെച്ച റെഫറൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എവിടെയൊക്കെ ഡാർക്ക് ഉണ്ടോ അവിടെ മാത്രം നമ്മൾ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ആവശ്യമുള്ളിടത്ത് മാത്രം ഡാർക്ക് ചെയ്യും, ആവശ്യമില്ലാത്തടത്ത് വിട്ട് കളഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ കുറേയൊക്കെ റബ്ബ് ചെയ്യേണ്ടി വരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ. ഞാൻ കുറേ റബ്ബ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. നമ്മൾ അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ ആയിട്ടില്ല, പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ ഞാൻ പറയണത്. പിന്നെ ഞാനിങ്ങനെ വേറെ ഇനിയിപ്പോൾ അടുത്ത നമ്മൾ പുള്ളിയുടെ ഇത് മൊത്തം അങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് കളയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ മൊത്തം ഒരു ചെറിയൊരു വൈറ്റ് വെച്ചിട്ട് ബാക്കി ഷെയ്ഡിങ് തുടങ്ങാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഓക്കെ, നമുക്ക് തുടങ്ങിക്കളയാം. ഇതിപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ നോക്കിയിട്ട് ഇനി കുറച്ച് ചെറിയ കറക്ഷൻസ് ഉണ്ട്. കാരണം മുടിയുടെ അവിടെയൊക്കെ ആ ഷെയ്ഡ് കറക്റ്റാക്കണം. ആ മുടി വളഞ്ഞിരിക്കുന്ന ശരിക്കും സ്പ്രിങ് പോലെ, ആ ടൈമിൽ സ്പ്രിങ് പോലത്തെ ഒരു മുടി പോലെ ആയിരുന്നു മോഹൻലാലിന് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടി
ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഓക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഡ്രോയിങ്സൊക്കെ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓക്കെ, ശരി, താങ്ക് യു.